ഇനി മറ്റൊരു 100 വീടുകളുടെ 100 വീടുകളുടെ കാര്യമുണ്ട്. ആ ഭവന പ്രോജക്റ്റിന് നാളെ തുടക്കമാകും. രാവിലെ 10:30 നമ്മളിതിൻ്റെ കാര്യം വിശദമായി പ്രേക്ഷകരെ അറിയിക്കാം. ഇനി തമിഴ്നാട്ടിലെ വോട്ടെടുപ്പിന് ഇനി 3 ദിവസങ്ങൾ. പരസ്യപ്രചാരണം നാളെ അവസാനിക്കുകയാണ്. തപാൽ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസാന തീയതി ഇന്നാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നപ്പോൾ പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. അനീഷ് കെ ശിവദാസ് ചെന്നൈയിൽ നിന്ന് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അനീഷ് കെ ശിവദാസ്. വിവരങ്ങൾ, അവിടെ പോരാട്ടം കടുത്തു തന്നെയാണോ? എന്താണ് അവസ്ഥ? ഗുഡ് മോർണിംഗ് SKN. തമിഴ്നാട് വോട്ടെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. 3 ദിവസം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. ഇന്ന് തപാൽ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസാന തീയതിയാണ്. വൈകിട്ട് 5 മണിയോടുകൂടി ഈ സമയപരിധിയും അവസാനിക്കും. വോട്ടെടുപ്പിന് ഇനി 3 ദിവസം മാത്രം ഉള്ളതുകൊണ്ട് തന്നെ അവസാന മണിക്കൂറുകളിൽ പ്രചാരണം കടുപ്പിക്കുകയാണ് മുന്നണികൾ. ഇന്നലെ പ്രധാനമന്ത്രി തമിഴ്നാട്ടിലുണ്ടായിരുന്നു. തിരുനെൽവേലിയിൽ അദ്ദേഹം പൊതുറാലിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇന്ന് MK സ്റ്റാലിൻ നേരിട്ടിറങ്ങി തന്നെ DMKയുടെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. കൊളത്തറ മണ്ഡലത്തിലാണ് അദ്ദേഹം ഇന്ന് പ്രചാരണ പരിപാടികൾ നടത്തുന്നത്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ ഇത്തവണ BJP ഒരുപാട് പ്രതീക്ഷകൾ വെക്കുന്നൊരു സംസ്ഥാനം കൂടിയാണ്. തമിഴ്നാട്ടിൽ കേന്ദ്രീകരിച്ച് BJP ദേശീയ നേതാക്കൾ കേന്ദ്രീകരിച്ച് വളരെ വലിയ പ്രചാരണമാണ് അഴിച്ചുവിട്ടത്. ഇതിനെതിരെ പ്രതിരോധവുമായി DMK എത്തുന്ന ഒരു രംഗവും നമ്മൾ കണ്ടു. ഏതായാലും തമിഴ്നാടിനെ ഉറ്റുനോക്കുകയാണ് രാജ്യം ഒന്നാകെ. ഈ 19-ാം തീയതി 39 ലോക്സഭാ മണ്ഡലങ്ങളാണ് തമിഴ്നാടിൻ്റെ. ഒറ്റഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 39 ലോക്സഭാ മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. പരസ്യപ്രചാരണത്തിന് നാളെ അവസാനിക്കുന്നതോടുകൂടി മറ്റന്നാൾ നിശബ്ദ പ്രചാരണം 19-ാം തീയതി രാവിലെയോടുകൂടി തമിഴ്നാട്ടിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. നമുക്കറിയാം, ഈ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനിടെ ഏറ്റവും കൂടുതൽ കള്ളപ്പണം പിടികൂടിയ സംസ്ഥാനങ്ങളിലൊന്ന് തമിഴ്നാടാണ്. 4658 കോടി രൂപയോളമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തൊന്നാകെ പിടികൂടിയത്. അതിൽ രാജസ്ഥാൻ, ഗുജറാത്ത് കഴിഞ്ഞാൽ മൂന്നാമത് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ പണം പിടികൂടിയത്. ഏതാണ്ട് 400 കോടിയോളം രൂപയാണ് തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പിടികൂടിയത്. അതിൽ തന്നെ തിരുനെൽവേലിയിലെ സ്ഥാനാർത്ഥി നയനാർ രാഗേന്ദ്രൻ്റെ ബന്ധുവും ഹോട്ടൽ ജീവനക്കാരിൽ നിന്നും 4 കോടിയോളം രൂപ പിടിച്ചെടുത്തത് വലിയ വിവാദമായിരുന്നു. BJPക്കെതിരെ ഇതൊരു വലിയ പ്രചാരണമായി ഉയർത്തിക്കൊണ്ടുവരാൻ DMK ശ്രമിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സമൻസ് നൽകുകയും ചെയ്തു തമിഴ്നാട് സർക്കാർ. ഒപ്പം തന്നെ K അണ്ണാമലൈ, BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു യുവ നേതാവാണ് K അണ്ണാമലൈ. അദ്ദേഹത്തിന് കീഴിൽ ഇത്തവണ വിജയം കുറഞ്ഞതൊന്നും BJP ഇത്തവണ പ്രതീക്ഷിക്കുന്നില്ല. ലോക്സഭ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിരുന്ന K അണ്ണാമലയെ കോയമ്പത്തൂരിൽ സ്ഥാനാർത്ഥിയാക്കുകയും മികച്ച വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയും നല്ല പ്രചാരണം അഴിച്ചുവിടുകയും ചെയ്തിരിക്കുകയാണ് ഇത്തവണ BJP. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, JP നദ്ദ, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ ദേശീയ നേതാക്കളെല്ലാം പ്രചാരണത്തിനെത്തി. നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള നേതാക്കളെത്തി. ഒപ്പം തന്നെ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് മടങ്ങിയ ഗവർണർ പദവിയിലേക്ക് പോയ തമിഴിസൈ സൗന്ദരരാജനെ തിരികെ വിളിച്ച് അവരെ ചെന്നൈ സൗത്തിൽ സ്ഥാനാർത്ഥിയാക്കി ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും ഇത്തവണ തമിഴ്നാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അണിനിരത്തിയിട്ടുണ്ട്. അണ്ണാ DMK സഖ്യവുമായാണ് കഴിഞ്ഞ തവണ BJP മത്സരിച്ചിരുന്നതെങ്കിൽ ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ തമിഴ്നാട്ടിൽ വലിയ പോരാട്ടമാണ് നടക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. അനീഷ് കെ ശിവദാസാണ് ചെന്നൈയിൽ നിന്നും നമുക്കൊപ്പം ചേർന്ന. ചെന്നൈ ബ്യൂറോയുടെ മേധാവി അദ്ദേഹമാണ്. പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കൾ, ചെന്നൈയിലും തമിഴ്നാട്ടിലുള്ള മലയാളികൾ നമ്മുടെ ഗോൾഡൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാനും വാർത്തകൾ കൊടുക്കാനും ബന്ധപ്പെടേണ്ടത് ചെന്നൈ ബ്യൂറോയിലെ അനീഷ് കെ ശിവദാസിനെയാണ്.